ഇദ്ദേഹമാണ് കുഞ്ഞു മുഹമ്മദ് ഫാമിലിയുടെ ഗൈഡ്. ഇദ്ദേഹം എന്തോ പറയുന്നുണ്ട്. ഒന്നാം വർഷം ആഘോഷിക്കാൻ പോകുന്നത് പൂത്തോട്ടിലുള്ള കോക്കനട്ട് മിഡോസ് എന്ന ഒരു റിസോർട്ടിലേക്കാണ്. ശേഷം നമുക്ക് കോക്കനട്ട് മിഡോസ് വെച്ച് കാണാം. ഇദ്ദേഹം ടാറ്റ പറയുകയാണ്. കൂട്ടത്തിലുള്ള കുട്ടികളുടെ മുടികളെല്ലാം ചീകിമെനുക്കുന്നുണ്ട്. ഇവരുടെ പരമ്പരാഗത ഡ്രസ്സാണ് ഇവർ ധരിച്ചിരിക്കുന്നത്. ഈ കുട്ടിക്കുറുമ്പി തൻ്റെ മാമനെ നോക്കി എന്തോ പറയുന്നുണ്ട്. ഫ്രീക്കൻ ഭക്ഷണം കഴിക്കുകയാണ്. പുട്ടും പരിപ്പൂറിയും അച്ചാറുമാണ് ഇവരുടെ ഇന്നത്തെ പ്രഭാത ഭക്ഷണം. ഈ കുടുംബത്തിലെ മറ്റൊരു ബന്ധുവാണ് ഇദ്ദേഹം. തൊപ്പിവെച്ച രണ്ടാമത്തേക്കെയാണ് ഈ കുടുംബത്തിലെ ഇദ്ദേഹം. കുഞ്ഞു കുട്ടികളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇളം മനസ്സാണ് ഇദ്ദേഹത്തിൻ്റേത്. പരമ്പരാഗത രീതിയിലുള്ള 4 ചക്രമുള്ള വാഹനങ്ങളാണ് ഈ കുടുംബത്തിലെ അംഗങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാറിലിരിക്കുന്നത് ഈ കുടുംബത്തിലെ മറ്റൊരു കാരണവരാണ്. ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരിക്കുന്ന ആളുകളാണ് പിൻസീറ്റിലിരിക്കുന്നത്. കാറിൽ അധികം ആളുകൾ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഡ്രൈവർ മുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തെ എവിടെ ചെന്ന് കണ്ടെത്തുമോ ആവോ. ക്യാമറ കണ്ടപ്പോൾ ഈ കൂട്ടത്തിലെ സ്ത്രീകൾ കൈകൾ വീശി കാണിക്കുന്നുണ്ട്. ഈ കുട്ടിക്കുറുമ്പിയും ചിരിക്കുന്നുണ്ട്. കാറിൻ്റെ ഡ്രൈവർ ഇവിടെ പൊങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം വീട്ടുടമസ്ഥനോട് കുശലങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രഭാത ഭക്ഷണം കഴിക്കുവാൻ പറയുന്നുണ്ട് ഇദ്ദേഹം. അല്ല, ലഗേജ് എടുത്ത് പൊക്കുവാനാണ് ഡ്രൈവറോട് ഇദ്ദേഹം പറയുന്നത്. ക്യാമറ കണ്ടപ്പോൾ ഈ കുടുംബത്തിലെ കുട്ടിക്കുറുമ്പികൾക്ക് നാണം സഹിക്കാനേ കഴിയുന്നില്ല. ഇവർ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ക്യാമറ ഒഴിവാക്കാനാണ് ഇദ്ദേഹം പറഞ്ഞത്. ഈ കൂടിയിരിക്കുന്നത് അയൽക്കൂട്ടമല്ല. ഈ കുടുംബത്തിലെ പരമ്പരാഗത രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിലെ കുട്ടിക്കുറുമ്പൻ എന്തൊക്കെയോ ഫോണിൽ കാണിക്കുന്നുണ്ട്. ഈ കൈകൊണ്ട് കാണിക്കുന്നു. ഞങ്ങളോട് വരണ്ട എന്നാണ് തോന്നുന്നു പറയുന്നത്. ഈ ഇരിക്കുന്ന ഒന്നും പറയുന്നില്ല. ഈ കുട്ടിക്കുറുമ്പി മതിൽ ചാടി വന്നതാണ് സംശയമുണ്ട്. കർട്ടനിടയിൽ നിന്നാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. ഫ്രീക്കേക്ക തൊപ്പിയല ഒരു ഡ്രസ്സൊക്കെ ഇടേക്ക് വരികയാണ്. ഡ്രൈവർക്കയും മക്കളും റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീട്ടിലെ ഗൃഹനാഥൻ എന്തൊക്കെയോ പേപ്പർ തിരയുകയാണ്. ഈ വീട്ടിലെ സ്ത്രീകൾ പരമ്പരാഗത രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിച്ചിരിക്കുകയാണ്. ഞങ്ങളെ കണ്ടപ്പോൾ നാണം കൊണ്ട് തട്ടം മറിച്ചു. ഈ വീട്ടിലെ ഇളമുറ തമ്പുരാട്ടി കൂട്ടിനുള്ളിൽ കിടക്കുകയാണ്. കൊതുകിൻ്റെ അസഹനീയ ശല്യം മൂലം ഇദ്ദേഹം നല്ല ഉറക്കത്തിലാണ്. ഈ കുടുംബത്തിൻ്റെ ഇന്ന് നടക്കുന്ന പരിപാടിയുടെ ബാനർ പിടിച്ചിരിക്കുകയാണ് ഈ കൂട്ടിക്കുറുമ്പികളും കുടുംബന്മാരും. ഇവർ തങ്ങളുടെ കൂട്ടുകുടുംബത്തിലേക്ക് മറ്റുള്ളവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ കടന്നുവരെ ഇന്ന് വളരെ പ്രസന്നവതിയാണ്. ഞങ്ങൾക്ക് ടാറ്റയെല്ലാം നൽകിയാണ് ഇദ്ദേഹം വീട്ടിലേക്ക് കയറി വരുന്നത്. ഗൈഡ് കയ്യിൽ കുപ്പികളുമായി എങ്ങോട്ടോ പോകുന്നുണ്ട്. കുടിവെള്ളക്ഷാമമാണോ എന്ന് സംശയിച്ചിരിക്കുന്നു. വീട്ടിലെ ഗൃഹനാഥനും പുറകെ പോകുന്നുണ്ട്. ഇവർ തങ്ങളുടെ വാഹനത്തിലേക്ക് എല്ലാ സാധനങ്ങളും കയറ്റുകയാണ്. ഇവരുടെ കൂടെ ഡ്രൈവറും കൂടിയിട്ടുണ്ട്. ഇവർ 3 പേരും കൂടി ചേർന്ന് ഇത് എന്താക്കുമോ എന്തോ. പൂവൻ കോഴിയുടെ കോസ്റ്റ്യൂം ഇട്ട് വരുന്ന ഈ പരിപാടിയുടെ തലവനാണ്. തലയിൽ തലപ്പാവും എല്ലാം ധരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഞങ്ങൾക്ക് ഒരു ഹായ് തന്നിരിക്കുകയാണ്. ഇദ്ദേഹമാണ് ഈ കുടുംബത്തിലെ ബൈക്ക് റേസർ. മരണക്കിണറിൽ പോലും ഇദ്ദേഹം അതിസാഹസ്യമായി വണ്ടി ഓടിക്കുന്ന വ്യക്തിയാണ്. ഈ നടന്നു വരുന്നത് പുതുതലമുറയിലെ ജിമ്മനാണ്. ഈ കുടുംബത്തിലെ സൂംബ നൃത്തം ചെയ്യുന്ന കുട്ടിക്കുറുമ്പിനെ കണ്ടില്ലല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുമ്പോഴാണ് കാറിനകത്ത് നിന്നൊരു ദീനരോധനം കേട്ടത്. ചെന്ന് നോക്കിയപ്പോൾ കുട്ടിക്കുറുമ്പിനെ കാറിനകത്തിരിക്കുകയാണ്. പുതിയ സൂംബ സ്റ്റെപ്പുകൾ പഠിക്കുകയാണെന്ന് തോന്നുന്നു. ഈ കുടുംബത്തിൻ്റെ പടപ്പുറപ്പാട് തുടങ്ങാൻ പോവുകയാണെന്ന് തോന്നുന്നു. എല്ലാവരും കൂട്ടം കൂടി ഇന്ന് വട്ടമേശ സമ്മേളനം നടത്തുകയാണ്. ഈ നടന്നു വരുന്നത് പുതുതലമുറയുടെ കാരണവരാണ്. ഇദ്ദേഹം ഹെവി ഡ്രൈവർ കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിലാണ് ഇത്തരം പേർ കയറിയിരിക്കുന്നത്. ഇനിയും ആളുകളെ കൂടുതൽ കയറ്റാമെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. ഈ ഇരിക്കുന്ന കുട്ടിക്കുറുമ്പൻ ഈ കുടുംബത്തിലെ ഇളയ അളിയനാണ്. ഇത് ഈ കുടുംബത്തിലെ കാരണവരാണ്. ഇദ്ദേഹം പരമ്പരാഗത വാഹനമായ സ്കൂട്ടറിലാണ് ഇരിക്കുന്നത്. ഇന്നലെ കണ്ട തൊപ്പിവെച്ചിക്ക ഇന്ന് അതീവ സുന്ദരനായിട്ടാണ് യാത്രയ്ക്ക് വന്നിരിക്കുന്നത്. വെള്ളയും വിട്ട് തലയിൽ വെള്ളത്തൊപ്പിയും വെച്ച് ഇദ്ദേഹം സിനിമാ തന്നെ വെല്ലുന്ന രീതിയിലാണ് ബൈക്കിലിരിക്കുന്നത്. ഈ കുടുംബത്തിൻ്റെ ബൈക്ക് റേസർ ഈ ഒമിനി വാന് കൂടി എടുത്ത് കറക്കിയാലോ എന്ന ആലോചനയിലാണ്. തൊപ്പിക്കാനിക്കയും ഈ കുടുംബത്തിലെ കാരണവരും താലം കൈമാറുകയാണ്. ഇവർ താലം കൈമാറുന്ന മറ്റൊരു കണ്ടിരുന്നെങ്കിൽ പ്രശ്നമായേനെ. കുട്ടിക്കുറുമ്പിൻ്റെ താളത്തിനകത്ത് ഓടിയെത്തുകയാണ്. കുട്ടിക്കുറുമ്പിയും ചിരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ടപ്പോൾ നാണം സഹിക്കാനേ പറ്റുന്നില്ല. ഉജാലയുടെ വെണ്മയോട് വന്ന ഈ കുടുംബത്തിലെ മൂത്ത കാരണവത്തിയാണ്. ഇത് അവരുടെ മകനും മരുമകളുമാണ്. ഇത് ഈ കുടുംബത്തിലെ ഫ്രീക്കന്മാരാണ്. ഇദ്ദേഹം കൂളിംഗ് ഗ്ലാസ് വെച്ചാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഗൈഡിൻ്റെ കൂടെ ഇദ്ദേഹം പറഞ്ഞു കൂടുന്നുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത്താത്തമാർ മേക്കപ്പ് അല്പം കുറഞ്ഞു പോയോ എന്ന സംശയത്തിലാണ്.
കുടുംബത്തിൻ്റെ പടപ്പുറപ്പാട് ആരംഭിക്കുകയാണ്. ഫ്രീക്കനിക്ക മുന്നിൽ നിന്നുകൊണ്ട് കൈകൊണ്ട് ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട്. എവിടെയെങ്കിലും വെച്ച് കാണാം എന്നാണോ എന്നും അറിയില്ല. എല്ലാവരും ഇക്കാനെ ഫോളോ ചെയ്യുന്നതാണ് ഇക്ക പറയാൻ ആവശ്യപ്പെടുന്നത്. ഇത്തായും ഇക്കയുടെ പുറകിൽ കയറുന്നുണ്ട്. ഹെവി വെഹിക്കിളിൻ്റെ ഡ്രൈവർ വണ്ടിയിൽ തന്നെ കാണുന്നുണ്ട്. അതിലും ആളുകൾ നിറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുമൂത്ത ഫാമിലിയുടെ പടപ്പുറപ്പാട് ആരംഭിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഇവർക്ക് പോകാനുള്ള വണ്ടി കിട്ടിയിട്ടില്ല. അതോ ഡ്രൈവർ വരാത്തതാണോ എന്നറിയില്ല. ഡ്രൈവറെ കാണുന്നില്ലോ എന്നാണ് ഈ വേവലാതിപ്പെടുന്നത്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ അകത്തേക്ക് കയറുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവർ ബുള്ളറ്റ് പര്യടനം നടത്തുന്ന ചേട്ടനിയന്മാരാണ്. മറ്റുള്ളവർ പോയ വാഹനത്തിൽ ഗൈഡിനെ കയറ്റിയില്ലെന്ന് തോന്നുന്നു. അദ്ദേഹവും ഭാര്യയും കുട്ടിയും ബുള്ളറ്റിനാണ് യാത്ര പോകുന്നത്. അവർ ഞങ്ങളുടെ പിന്നാലെയാണ് വരുന്നത്. ഞങ്ങളുടെ ക്യാമറ കണ്ടപ്പോൾ ഫ്രീക്കനും ഭാര്യയും കൈകൊണ്ട് ഞങ്ങൾക്ക് ആംഗ്യമെല്ലാം കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ടാറ്റ തന്നവർ പറഞ്ഞു വിടുകയാണ്. ഇവിടെ നിന്ന് ഏറെ ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ ഫ്രീക്കനും ഭാര്യയ്ക്കും ഗൈഡിനും പൂത്തോട് എത്തിച്ചേരാൻ പറ്റുന്നുള്ളൂ. പരമ്പരാഗത രീതിയിലുള്ള കറുത്ത ടാർ ഉപയോഗിച്ചാണ് ഇവിടുത്തെ നിരത്തുകൾ ടാർ ചെയ്തിരിക്കുന്നത്. ഫ്രീക്കനും ഭാര്യയും ഗൈഡും ഈ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. ഇടക്ക് റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഇതിൽ പ്രാചീന ശിലായുഗത്തിലെ എന്ന പോലെ ഇവിടുത്തെ റോഡുകളിൽ പരമ്പരാഗത രീതിയിലുള്ള ടൈലുകൾ പാകിയിട്ടുണ്ട്. തുടർന്നും കാണാം.